We are very happy to have all of you with us today. We at the Hindu and Sports Star are honored by the message of support from the Honorable Chief Minister of Kerala, Shri Pinarayi Vijayan. I would like to welcome the Honorable Minister for Sports, Shri V. Abdul Rahman, who has graciously agreed to spend a few hours with us today to discuss the current health of Kerala sports and what needs to be done to take it to an even greater height. It's heartwarming to see so many Olympians and Indian internationals like I.M. Vijayan, P.T. Usha, who's joining us online, Mayuka Johnny, C.K. Vinith, Mercy Kutan, K.C. Lekha, Joe Polancheri, and many more. I am sure with all of your inputs, we can succeed in our endeavor of making India a sporting nation to be reckoned with. I thank all of you for being here. Ladies and gentlemen, let me thank you at the outset itself for coming over here. Before we start, let us stand for a minute. This is to honor our great friend, Indian weightlifter, Mirabai Chanu, who has won a silver in her weight category of 49 kg class at Tokyo. Our only medal so far, but I hope you'll join me in an applause. Thank you. Now, before we get into the discussion, we have a special message from our beloved Chief Minister, who has taken the time off his busy schedule to write to us. Arun will read out the special message from the Chief Minister. മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധികളെ ലോകം അതിജീവിക്കുന്നുവെന്ന സന്ദേശം പങ്കുവച്ചുകൊണ്ട് 32ാമത്തെ ഒളിമ്പിക്സിന് കൊടിയേറി കഴിഞ്ഞു. പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റാനുള്ള ലോകത്തിൻ്റെ ശ്രമങ്ങൾക്ക് ഊർജം പകരുന്നതാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് മാമാങ്കം. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രതിസന്ധികൾക്കിടയിൽ കായിക താരങ്ങൾ നടത്തിയ പരിശീലനങ്ങളുടെ മാറ്റുരയ്ക്കലാണ് ടോക്കിയോയിൽ നടക്കുന്നത്. ലോകം ഒരുമയോടെ എന്ന ഒത്തൊരുമയുടെ സന്ദേശം പകർന്നുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഒരൊറ്റ കായിക വേദിയിൽ ഒന്നിക്കുമ്പോൾ ഇന്ത്യക്കും കേരളത്തിനും അഭിമാനിക്കാം. രാജ്യം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ദ ഹിന്ദു ദിനപത്രം നടത്തുന്ന ഇടപെടലുകൾ ശ്ലാഘനീയമാണ്. മാധ്യമപ്രവർത്തനത്തിൽ വ്യക്തമായ നിലപാട് മുൻനിർത്തി തന്നെയാണ് ഹിന്ദു ഓരോ വിഷയത്തെയും സമീപിക്കുന്നത്. ഹിന്ദുവിൻ്റെ പ്രസിദ്ധീകരണമായ സ്പോർട്സ് സ്റ്റാർ ഇന്ത്യൻ കായിക രംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച പ്രസിദ്ധീകരണമാണ്. ഒളിമ്പിക്സ് നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് തന്നെ കായിക മേഖലയോടുള്ള ഹിന്ദുവിൻ്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ്. ഒത്തൊരുമയോടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ കായിക രംഗത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പിണറായി വിജയൻ. And I would like the Honorable Sports Minister to say a few words. കേരളത്തിലെ കായിക രംഗം 10 വർഷത്തിനുള്ളിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു വിഷൻ മുന്നോട്ട് വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തുടക്കങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കരിക്കുലത്തിൽ കായിക രംഗത്തെ ഉൾപ്പെടുത്തുക എന്നുള്ള ആശയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് വച്ചതാണ്. ഇന്ന് അടുത്ത അധ്യയന വർഷം മുതൽ അത് നടപ്പിലാക്കുക എന്നുള്ള ഒരു കാര്യം സർക്കാർ കാര്യമായി ആലോചിക്കുകയാണ്. ഇന്ന് ഏറെക്കുറെ നമുക്ക് അടുത്ത അധ്യയന വർഷത്തിൽ തുടങ്ങാം എന്നുള്ള രീതിയിലായിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഹനാൻ എന്ന് പറയുന്ന ഒരു കായിക താരത്തെ, എൻ്റെ നാട്ടിലുള്ള ആളാണ്, അവരോട് ഞാനും കളക്ടർ ഇരുന്നിങ്ങനെ സംസാരിക്കുക, എന്താണ് തൻ്റെ മനസ്സിൽ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ജോലിയല്ല വേണ്ടത്, ഞാൻ തിരഞ്ഞെടുത്ത ഒരു പ്രൊഫഷനാണ് സ്പോർട്സ്, എനിക്കതിലെ ഏതറ്റം പോകാൻ കഴിയുമോ ആ അറ്റത്ത് വരെ പോവുക എന്നതിലപ്പുറം ഞാൻ ഇതുകൊണ്ടൊരു നേട്ടവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു മെഡൽ നേടുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. 17 വയസ്സായൊരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻ്റുള്ള താരങ്ങളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ, ഞാനതൊന്നും പറയാം, നിരവധി കാര്യങ്ങൾ
ഞാൻ നോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും കേരളത്തിൻ്റെ കായിക നയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഞങ്ങളുടെ ശ്രമത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളിക്കണം. അത് മാത്രമല്ല, അതിനെ നടപ്പിൽ വരുത്താനുള്ള, അത് പ്രാക്ടിക്കലായി എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലാണ് ഇവിടുത്തെ ഒരു കൂട്ടായ്മ, നിങ്ങളുടെ സഹായം വേണ്ടത് എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ കായിക രംഗത്തിന് എങ്ങനെയാണ് മുകേഷ് വീക്ഷിക്കുന്നതെന്നോട് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അദ്ദേഹം നമ്മളോട് ഒരല്പനേരം അതിനെക്കുറിച്ച് സംസാരിക്കും. നമസ്കാരം. ആദ്യമായി എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഹിന്ദു പത്രത്തിനും ഇതിൻ്റെ കേരള സ്പോർട്സ് കോൺക്ലേവിനുമൊക്കെ എൻ്റെ നന്ദി. നമ്മൾക്ക് കേരളത്തിൽ ഒരു സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെ അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. കലയാണെങ്കിലും ഇനി കായികമാണെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ കയറി വരാനുള്ള വലിയ ഒരു സാധ്യത കേരളത്തിനുണ്ടായി. അതിന് ഞാൻ പറയുന്നു, ഗവൺമെൻറ്റൊക്കെ വളരെ വളരെ ഫേവറബിളായിട്ടുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീൻസിൽ, നമ്മുടെ അഭിരുചിയിൽ, നമ്മുടെ പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലുമെല്ലാം സ്പോർട്സ് ഇപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ട്. ഒന്ന് കൈപിടിച്ച് കയറ്റിയാൽ മാത്രം മതി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതേ കണക്കുള്ള സംവാദങ്ങളും ഇതേ കണക്കുള്ള മീറ്റിങ്ങുകളും എല്ലാം ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ട് ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുന്ന തരത്തിലുള്ള കാര്യം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഷുവറാണ്. നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പം ഷൈനി വിൽസൺ, അന്ന് ഷൈനി എബ്രഹാമായിരുന്നു, പണ്ടൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഓട്ടത്തിലേക്ക് വന്നത്. അപ്പോൾ ഷൈനി പറഞ്ഞത്, വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാനായിട്ട് കുറേ ദൂരമുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ വീട്ടിൽ ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഓട്ടമാണ്, മലം പ്രദേശമാണ്. അപ്പോൾ ഓടുമ്പോഴത്തേക്ക് റോഡിലെല്ലാം ചെളിയൊക്കെ കെട്ടിക്കിടക്കും, വെള്ളം കെട്ടിക്കിടക്കും. അതിൻ്റെ പുറത്തൂടെ ചാടി സ്കൂളിൽ കൃത്യസമയത്തെത്തുന്ന, അതായിരുന്നു പ്രാക്ടീസ്, അതായിരുന്നു ആദ്യത്തെ തുടക്കം. പിന്നെ പുള്ളിക്കാരി ജീവിതം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ ഓട്ടക്കാരിയായി ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കുറച്ച് നർമ്മത്തിൽ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സംഭവം ഇതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഉഷ ഫിനിഷിങ്ങും സ്റ്റാർട്ടിങ്ങിനും പ്രാക്ടീസ് ഇല്ലാതെ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏതൊക്കെ നിലയിലെത്താം നമുക്ക് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേർന്നു. നന്ദി. എൻ്റെയൊക്കെ സ്പോർട്സ് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെരുപ്പ് പോലും ഇല്ലാതെയാണ് നമ്മൾ സ്പോർട്സ് ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ്, അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ കായിക അധ്യാപകർ. അന്ന് കായിക അധ്യാപകരെന്ന് പറയുന്നത് അവരിങ്ങനെ ഓവർ ട്രെയിനിങ് ഒന്നുമില്ല. നമുക്ക് നമ്മളെ കിട്ടുന്ന ആ സബ് ജില്ല പോകും, അത് കഴിഞ്ഞ് സ്റ്റേറ്റ് വരും, ജില്ല വരും. അപ്പോൾ അങ്ങനെ പോയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വലുതായിട്ടൊന്നുമില്ല. ആ 2 മാസം നമ്മളെ നേരത്തെ വന്നൊരു 9-10 മണിക്ക് കോമ്പറ്റീഷൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു 9 മണിയാകുമ്പം വരും. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ശരിക്കുള്ള ഒരു നാച്ചുറൽ അത്ലറ്റ്സിനെ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഫെസിലിറ്റീസ് നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെ പേരൻസ് തന്നെ വിടത്തുള്ളൂ. ഇപ്പോൾ ആ ഒരു നമ്മുടെ ഫെസിലിറ്റീസാണ് മെയിനായിട്ട്. നമ്മളൊരു ഹോസ്റ്റൽ നടത്തിക്കഴിഞ്ഞാൽ ആ ഹോസ്റ്റലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് കിട്ടുന്ന ഹോസ്റ്റലാണോ എന്ന് ആദ്യമേ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യും. We are putting a lot of efforts. As a university, of course, I want, all the universities, all the institutions, take the same level of effort, to promote sports. Of course, it's not only for winning the Olympics. You see, sports brings a lot of discipline. Especially you take a kid, health is one thing. Of course, you're creating a healthy lifestyle. Secondly, it creating a lot of, it teaches a lot of success mantras. You know how to work in a team, how to share responsibilities, of course, how to work for a common call collectively. There are a lot of things it teaches. അതൊരു ഒളിമ്പ്യൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു 3-4 ഒളിമ്പ്യൻസ് അല്ലെങ്കിൽ ഒളിമ്പിക് മെഡൽ എന്നതിനപ്പുറം ഇറ്റ് ക്രിയേറ്റിംഗ് എ ഹാബിറ്റ്, ക്രിയേറ്റിംഗ് എ ഡിസിപ്ലിൻ in the students itself. I think that's an integral part of a success.
ജസ്റ്റ് ഒരു ക്രിക്കറ്ററോ അല്ലെങ്കിൽ ഒരു മെഡൽ വാങ്ങുന്നതിനപ്പുറം ഒരു ഡിസിപ്ലിൻ ദ എൻറ്റയർ ക്യാരക്ടർ തന്നെ ഫോം ചെയ്യുന്നതിന് ഐ തിങ്ക് ദ സ്പോർട്സ് ഈസ് പ്ലേയിങ് വെരി വെരി ക്രൂഷ്യൽ റോൾ. കേരളം 44 പുഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട്. ജലസമൃദ്ധിയുള്ള രാജ്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ സ്വിം ചെയ്ത് ശീലിച്ചിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് സ്വിമ്മിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാ? ഒരു നാച്ചുറൽ പ്രോസസ്സാണ് കേരളത്തിൽ ഈ പുഴകളുടെ തീരങ്ങളിലും കായൽ തീരങ്ങളിലുമൊക്കെ വസിക്കുന്ന ആൾക്കാർക്ക് സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ അത് ജന്മസിദ്ധമാണ്. എന്തുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാ? നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, എൻ്റെ അടുത്ത് ഒരു ഫുട്ബോൾ താരം ഇരിക്കുന്നതുകൊണ്ട് ഫുട്ബോൾ വേണം അതുകൊണ്ട്. പക്ഷേ നമ്മുടെ പാരമ്പര്യം നമ്മളെ ശീലിപ്പിച്ചിട്ടുള്ള ആയോധന കലകളായാലും കൊള്ളാം, സ്വിമ്മിങ് ആയാലും കൊള്ളാം, അതുപോലെയുള്ള സംഗതികൾ തിരഞ്ഞെടുത്ത് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സക്സസ് നമ്മുടെ കൂടെ ഉണ്ടാവും. പറയാനുള്ളത്, സ്പോർട്സ് താരങ്ങളെ നമ്മൾ എക്കാലവും വളരെയധികം ആദരിച്ചും വളരെയധികം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം. അപ്പം എന്താണ് വാട്ട് കുഡ് ബി ഡൺ ഈസ് ദാറ്റ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഫാമിലി അനുസരിച്ച് വളരെ 1-2 കുട്ടികൾ മാത്രമുള്ളപ്പോൾ സ്പോർട്സ് ഡസൻ ബിക്കം ആൻ ഓപ്ഷൻ ടു ദം, അത് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ടുവരാനായിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലുക്രേറ്റീവ് പ്രൊഫഷൻ. അങ്ങനെ വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസീവ്ഡ് ആസ് എ പ്രൊഫഷൻ. ഇറ്റ് ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് കരിക്കുലം. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കകത്തും ഇതാണ് തന്നെ എടുത്തു പറയുന്നത്. കാരണം സ്പോർട്സ് should not be perceived as something extra curricular or co-curricular. It should be perceived as a part of curriculum. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ വി ഷുഡ് സീ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ചൈൽഡ്, നമുക്ക് വി ഹാവ് ഗോട്ട് ദ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷൻ ഇൻ ദ കൺട്രി. സോ ആൻഡ് ഈച്ച് വൺ ഓഫ് ദം ഹാവ് എ ടാലൻറ്റ്. നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത സമയത്തും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒത്തിരി ഒളിമ്പ്യൻസ്, അതുപോലെ തന്നെ അർജുന അവാർഡീസ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡലിസ്റ്റുകളെല്ലാം ഉണ്ടായി. എന്നാൽ ഇന്ന് ഫെസിലിറ്റീസ് കൂടി, പക്ഷേ നമുക്ക് പെർഫോമൻസ് വരുന്നില്ല. എനിക്ക് തോന്നണേ അന്നത്തെ ഒരു കാലഘട്ടം, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ഉഷേച്ചി അല്ലെങ്കിൽ ഷൈൻ ചേച്ചിയൊക്കെ പെർഫോം ചെയ്തപ്പം എല്ലാവരും ചോദിക്കും അന്ന് ഒരു ഫെസിലിറ്റീസും ഇല്ലായിരുന്നു, പക്ഷേ അവർ വേൾഡ് ലെവലിലോട്ട് വന്നു. എന്തുകൊണ്ട് ഇന്ന് ഈ ജനറേഷന് ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്, എന്തുകൊണ്ട് അവർ പെർഫോമൻസിലോട്ട് വരുന്നില്ല? അന്നത്തെ ജനറേഷന് അധ്വാനിക്കാനും ഉള്ളൊരു വലിയ മനസ്സുണ്ടായിരുന്നു. അവർ ഒന്നും കണ്ടില്ല, രാജ്യത്തിന് വേണ്ടി മെഡൽ എടുക്കണം, അല്ലെങ്കിൽ വേറൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവർ രാജ്യത്തിന് വേണ്ടി ഫുള്ളായിട്ട് അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ സ്പോർട്സിന് വേണ്ടി മുമ്പോട്ട് വന്നു. എന്നാൽ ഇന്ന് ഈ ജനറേഷനിൽ അത് കാണുന്നില്ല. അപ്പം മെയിനായിട്ട് ഒരു സ്പോർട്സ് അവയർനെസ് കൊണ്ട് സ്പോർട്സുകാരെ സ്റ്റാർ വാല്യൂ കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവന്നാൽ ഇന്നത്തെ ജനറേഷൻ തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർ മുമ്പോട്ട് വരും. നമുക്ക് ഈ പറഞ്ഞ പോലെ 24 അല്ലെങ്കിൽ 28 മെഡലുകൾ തന്നെ വരും എന്നാണ്. സ്പോർട്സ് എന്നുള്ളത് ഒരു ലോങ് ടേം, പ്രത്യേകിച്ച് ഒളിമ്പിക്സ്, ഇതൊരു ലോങ് ടേം ട്രെയിനിങ് രീതി ആയിരിക്കണം. അതിന് ആദ്യം വേണ്ടത് സ്പോർട്സിൽ കായിക സാക്ഷരത കൊണ്ടുവരണം. കായിക സാക്ഷരത എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ആ പിള്ളേരുടെ നമ്മളെ ABCD പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പോലെ ആ കുട്ടികളുടെ ഈ പാദചലനങ്ങള്, കൈവിന്യാസങ്ങള്, ഇതൊക്കെ നമ്മൾ ഓരോ രീതി അവരുടെ ശരീരത്തിന്റെ ആണെങ്കിലും എല്ലാം തന്നെ എല്ലാ രീതികളും നമ്മൾ ചെറിയ രീതിയിൽ, ഇപ്പം പുതിയ പല ടെക്നോളജിക്കൽ സംഭവങ്ങളുണ്ട്, ചെറിയ സംഭവങ്ങൾ വെച്ചിട്ട് കുട്ടികളെ എൻജോയ് ചെയ്ത് കളിക്കുന്ന രീതിയിൽ ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരൊരു 5 years ആകുമ്പോഴത്തേക്കും അവർ കായികക്ഷമത കൈവരിച്ചിട്ടുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കായിക സാക്ഷരത കൊണ്ട്. എനിക്ക് പറയാനുള്ളത്, നമുക്ക് അന്താരാഷ്ട്ര നിലവിലുള്ള കായിക താരങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലിൽ നമ്മൾ മെഡൽ നേടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മളുടെ അച്ചീവ്മെൻ്റ് അടിസ്ഥാനത്തിൽ സ്പോർട്സിൽ നമുക്ക് നിയമനം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് നമുക്ക് കളിക്കാനല്ല, ഏതൊരു പ്രായത്തിലും നമുക്ക് സ്പോർട്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമ്മൾ ആക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ ലക്ഷ്യത്തിൻ്റെയും സ്ഥാനത്തെത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്കത് പിന്നീടുള്ള ഭാവി തലമുറകൾക്ക്, നമ്മളിപ്പോൾ എല്ലാവരും പറയുകയുണ്ടായി, വളരെ ചെറുപ്പം മുതലേ കായിക താരങ്ങളെ കണ്ടെത്തി നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം, പ്രാക്ടീസ് കൊടുക്കണമെന്ന്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും അറിയാം ഒരുപാട് അനുഭവങ്ങൾ. അവരുടെ അനുഭവങ്ങളൊന്നും ഇന്നോ നാളെയോ മറ്റന്നാളോ പറഞ്ഞാൽ തീരുന്ന അനുഭവങ്ങളായിരിക്കില്ല അവർക്ക്. തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം പുതിയ തലമുറകൾക്ക് വാർത്തെടുക്കുന്നതിന് വേണ്ടി, ഇപ്പോൾ പ്രത്യേകിച്ച് ബോക്സിംഗ് പോലുള്ള, ഞാൻ ബോക്സിങ്ങിനാണ് സപ്പോർട്ട് ചെയ്ത കാര്യം, ഞാൻ ബോക്സർ ആയതുകൊണ്ട്. അപ്പം പ്രത്യേകിച്ച് ഒരു സെൽഫ് ഡിഫെൻസ്, നമുക്കറിയാം പെൺകുട്ടികൾ ഈ
ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന്. തീർച്ചയായിട്ടും പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ തലം മുതൽ നമ്മൾക്കൊരു ഈ ഡിഫെൻസീവ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കായിക താരങ്ങൾ കായികമായിട്ടുള്ള എന്താണെങ്കിലും ഇപ്പോൾ കരാട്ട, ബോക്സിംഗ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള കായിക വിനോദങ്ങൾ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു അവയർനെസ് അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ഉപകരിക്കുമെന്നുള്ളതാണ്. സബ് ജൂനിയർ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു, ജൂനിയർ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു, സീനിയർ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ കോച്ച്. ബിക്കോസ് എനിക്ക് പറയാം, അച്ഛനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഗെയിമിൽ വന്നതും അച്ഛൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് വന്നത്. ഇപ്പം ഞാൻ ഇന്ത്യൻ ഓയിലിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുക. ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഞാനൊരു 2 മണിക്കൂർ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 6 to 8. അത് സ്വന്തമായിട്ട് ഞാനൊരു സ്ഥലം റെൻറ്റിനെടുത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് മൈ പാഷൻ. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസ് എല്ലാം കുറച്ച് ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ബിക്കോസ് പൊതുവേ റാക്കറ്റ് ഗെയിംസ് എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫെസിലിറ്റി മാത്രം പോരാ, ആക്ച്വലി അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ആ കുട്ടികളാണ് വരുന്നത് കളിക്കാനായിട്ട്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് റൂറൽ ഏരിയയിൽ നമുക്ക് ഈ ഫെസിലിറ്റി, അതായത് ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലും ഒരു 2 ടേബിൾ വാങ്ങിയിട്ട് ബേസിക് ഫെസിലിറ്റി കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുവരുവാൻ പറ്റുമോ എന്ന് ഉള്ളതാണ്. അത് ഈ സ്പോർട്സ് റിക്രൂട്ട് ചെയ്യുന്ന നമ്മുടെ ഗവൺമെൻറ്റിൽ ജോലി കൊടുക്കുന്ന അവർക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുക. ഇത്ര കുട്ടികളെ ലൈക്ക് അവരുടെ ഒരു ജോബിൻ്റെ ഭാഗമാക്കുക. അത് ലൈക്ക് വരുന്ന ആ സ്പോർട്സ് അവർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക. ദേ ഷുഡ് ഗീവ് സംതിങ് ബാക്ക് ടു ദ ഗെയിം. ഈ രേഖ പറഞ്ഞ പോലെ അതിനൊരു അവസരം അവർക്ക് കൊടുക്കണം. നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞ പോലെ നമുക്കൊരു കളിക്കണം, ഫുട്ബോൾ കളിക്കണം എന്നുള്ളൊരു ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിന് വേണ്ടി ആയാലും ഇന്ത്യക്ക് വേണ്ടി കുറേ കളിക്കാൻ പറ്റിയത്. സാറ് പറഞ്ഞ ഒരു കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും വേണം. നമുക്കൊരു ഇതൊരു വേറൊരു കാര്യത്തിനല്ല, നമുക്ക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്മിറ്റ്മെൻറ്റാണ്. അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാർ തന്നെ വേണം അതിന്. നമുക്ക് സാറിന് ഇപ്പോൾ പറഞ്ഞ പോലെ കേരള ഫുട്ബോൾ അസോസിയേഷനും നമ്മുടെ ഗവൺമെൻറ്റും കൂടി ഒന്ന് സഹകരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല നല്ല ടൂർണമെൻറ്റ് ഇഷ്ടംമാതിരി പ്ലെയേഴ്സും എല്ലാവരും വരും. കേരളത്തിൽ കളിക്കാനുള്ള അവസരമുണ്ട്, കളിക്കാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ നമ്മൾ അതിലേക്ക് ടൂർണമെൻറ്റുകൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. കാരണം പ്രാക്ടീസ് മാത്രമായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എക്സ്പോഷർ മാച്ചുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കുട്ടിയുടെ ടാലൻ്റ് അളക്കാൻ പറ്റുള്ളൂ. ചില കുട്ടികളുണ്ട് പ്രാക്ടീസിൽ നല്ലപോലെ ചെയ്യും, പക്ഷേ മാച്ചിൽ വരുമ്പോൾ ആ കുട്ടിയുടെ പെർഫോമൻസ് അവിടെ പോയി. ചില പ്ലെയേഴ്സുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഫുട്ബോൾ ഒരിക്കലും കേരളത്തിൽ മരിക്കില്ല എന്നുള്ളത് എടുത്തു പറയാം. ആദ്യം എനിക്ക് തോന്നുന്നു പേരൻസിനെ അവെയർ ചെയ്യിക്കണം. നമ്മൾ സ്പോർട്സിൽ നമുക്ക് അവർക്കൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റും, അവർക്ക് സ്വന്തം ഒരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം IAS IPS അല്ലെങ്കിൽ ഡോക്ടറോ ആകുന്നതിനെക്കാട്ടും നല്ലൊരു കരിയർ സ്പോർട്സിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് പേരൻസിന് മനസ്സിലാവണം. എന്നാൽ മാത്രമേ അവർ കുട്ടികളെ കളിക്കാൻ വിടൂ. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഇനിയുള്ളത് അവർക്കുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസും കാര്യങ്ങളുമാണ്. അപ്പോൾ കുട്ടികളെ ഈ ചെറുപ്രായത്തിൽ എടുത്ത് ട്രെയിൻ ചെയ്ത് നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരെ എന്താ പറയുക, അവരൊരു 17-18 ഇയേഴ്സ് ആകുമ്പോഴേക്ക് ടോപ്പ് ലെവലിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റണം. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒട്ടും പോപ്പുലർ ആയിട്ടൊരു സ്പോർട്ട് അല്ല ഇവിടെ കേരളത്തിൽ. ഇതിപ്പോ ആരെയും സങ്കടപ്പെടുത്താനൊന്നും അല്ല. ക്രിക്കറ്റും ഫുട്ബോളും അല്ലെങ്കിൽ അങ്ങനെ 1-2 സ്പോർട്ടുകൾ മാത്രമാണ് വളരെ പോപ്പുലർ. അതിന് കാരണങ്ങളും ഉണ്ട്. അത് ഒരു സ്പെക്ടേറ്റേഴ്സ് ഗെയിമാണ്. ആൾക്കാർക്ക് കണ്ട് പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളും റൂൾസും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പോർട്ടാണ് ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത്. ഷൂട്ടിംഗ് അങ്ങനെയല്ല. ഷൂട്ടിങ്ങിന് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി അതിന്റെ റൂൾസ് ഒക്കെ അറിഞ്ഞാലാണ് അത് വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഗവൺമെന്റിന് എന്തെങ്കിലും രീതിയിൽ നോർത്തിലൊക്കെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 15 സ്റ്റേറ്റിലെ ഷൂട്ടേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്കൊരു സ്കീം ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട അമിനീഷൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ജാക്കറ്റും ട്രൗസറും ഇങ്ങനത്തെ ആക്സസറീസും വെപ്പൺസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു സ്കീം ഉണ്ടാക്കും നോർത്തിലൊക്കെ ഗവൺമെന്റ് ഷൂട്ടിങ്ങിന് വേണ്ടി. അതുപോലെ നമ്മുടെ കേരളത്തിലും അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീം ഉണ്ടാക്കിയിട്ട് ഒരു ക്രീം ഷൂട്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഫിനാൻഷ്യൽ ഹെൽപ്പും ചെയ്യാൻ കഴിയുവാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും ഗവൺമെന്റ് ചെയ്യുന്നത്. നമുക്ക് അവാർഡുകൾ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അവാർഡ്സ്, ക്യാഷ് അവാർഡ്സ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വരും തലമുറകൾ ഇതിനു വേണ്ടി നമുക്ക് കുറച്ചും കൂടിയും ആൾക്കാർ ഇതിലേക്ക് തിരിയും. പാരൻസ് ആയാലും അത്ലീറ്റ്സ് ആയാലും എല്ലാവരും ഈ അവാർഡുകൾ, ഇപ്പോൾ ഞാൻ തന്നെ 98 ഏഷ്യൻ ഗെയിംസിൽ സിൽവറുണ്ട്, 2000 സിഡ്നി ഒളിമ്പിക്സ് പങ്കെടുത്തു, 2000 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ സിൽവറുണ്ട്, 2002 ഏഷ്യൻ ഗെയിംസ് സിൽവറുണ്ട്. ഇതുവരെയ്ക്കും ജി രാജ അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല.
ഇതേപോലെ ഒത്തിരി അത്ലറ്റ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ അവാർഡ്സുകൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്ത് അതത് സമയത്ത് ആ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനമായിരിക്കും അത്. തീർച്ചയായും സാധാരണ സ്കൂളുകളിലൂടെ തന്നെയാണ് നമ്മുടെ സ്പോർട്സ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂൾ ലെവലിലുള്ള സ്പോർട്സ് ആരംഭിക്കണം, കമ്മ്യൂണിറ്റി ലെവലിൽ എല്ലാവർക്കും അവയർനെസ് കൊടുക്കണം. ഇക്കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞതാണെങ്കിൽ കൂടെയും ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഏറ്റവും വലിയ അത്യാവശ്യം. അത് ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടൈം ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കുക തന്നെ വേണം. കാരണം ഇന്ന് നമ്മൾ 15 വയസ്സാകുമ്പോഴത്തേക്ക് സ്പോർട്സിൽ കുട്ടികൾ സ്റ്റേറ്റ് ലെവലിൽ മെഡൽ വരുന്നു, ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പക്ഷേ 400 48 ഓടിയ കുട്ടികളുണ്ട്. ഇവരൊക്കെ 45 44 ഒളിമ്പിക്സിൽ ഓടി. ഇന്ന് അനസ് ഓടുന്നത് 45 ആണ്. അപ്പോൾ 15 വയസ്സിൽ ഈ കുട്ടി ഇത്ര ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ മുമ്പോട്ട് അല്ലെങ്കിൽ അവന് പെർഫോമൻസ് വരത്തില്ല തീർച്ചയായും. അല്ലെങ്കിൽ അവൻ നാഷണൽ ക്യാമ്പ് വരെ എത്തുമായിരിക്കും, 2 വർഷം കൊണ്ട് അവൻ്റെ പെർഫോമൻസ് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ കുട്ടികളെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു വിൻഡോ ഉണ്ട് പ്രോപ്പർ. 7 വയസ്സ് മുതൽ 8 വയസ്സ് വരെ, 9 തൊട്ട് 10 വരെ, 12 തൊട്ട് 16 20 ആ വിൻഡോസ് അനുസരിച്ച് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. കേരള ക്രിക്കറ്റ് അസോസിയേഷനും മിനിസ്റ്ററുമായിട്ടുള്ള ഈയിടെ ഒരു ചർച്ച നടന്നു, ചേട്ടൻ പറഞ്ഞ പോലെ സ്പോർട്സ് ഹബ്ബുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സഡൻ റെസ്പോൺസ്, കളിക്കളങ്ങൾ കായിക മേഖലയ്ക്ക് മാത്രം ഉപയോഗിക്കുക എന്നുള്ളൊരു നിയമം അദ്ദേഹം ഒരാഴ്ച കൊണ്ട് തന്നെ അത് ഏകദേശം ഫൈനൽ ഒരു ഡ്രാഫ്റ്റിലെത്തിയെന്ന് അദ്ദേഹം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരു മിനിസ്റ്ററാണ് ഇന്ന് സ്പോർട്സ് മേഖലയെ നയിക്കുന്നത്. എങ്ങനെ BCCIയും അല്ലെങ്കിൽ അനുബന്ധ സ്റ്റേറ്റ് അസോസിയേഷനും ഇത്രയും വലിയൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു എന്നുള്ളത്, എങ്ങനെ ആ സ്പോർട്സിനെ അവർ നന്നായി കൊമേഴ്സ്യലൈസ് ചെയ്തു, അത് എങ്ങനെ അത് നല്ലൊരു കച്ചവട പ്രോഡക്റ്റാക്കി മാറ്റി, അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറുകൾ വളർത്തി. അതുപോലെ തന്നെ ക്രിക്കറ്റ് മുമ്പ് പറഞ്ഞ പോലെ ടേബിൾ ടെന്നീസ് പോലെ അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരുപടി കൂടുതലാണെങ്കിലുള്ളൂ, മോസ്റ്റ് എക്സ്പെൻസീവ് ഗെയിമാണ്. അപ്പോൾ അതിന് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, അപ്പോൾ നമ്മളുടെ കോച്ചിങ്ങും എല്ലാ കാര്യങ്ങളും ആ പണം ഉപയോഗിച്ച് അവരിൽ നിന്ന് ഈടാക്കാതെ അല്ലെങ്കിൽ അവരിൽ നിന്ന് മേടിക്കാതെ അങ്ങനെ വളർന്നു വന്ന ഒരു സംവിധാനമാണ്. നമുക്ക് സ്പോർട്സ് സയൻസിന് ഒന്നുമില്ല. ദർ ഈസ് നോ എപ്പിക് സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഹിയർ, ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഹിയർ ഇൻ കേരള. സോ നമ്മുടെ പോളിസിയിൽ 2012 പോളിസിയിലും പറഞ്ഞിട്ടുണ്ട് ഒരു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് വിച്ച് വിൽ ബി സിമിലർ ടു ഇൻ നേച്ചർ ടു NIS പോലെ തന്നെ will be established here at Center of Excellence Meenakulam, and avade other department കീഴിലായിരിക്കും. and they will try to go for coaching and updation, sports science and support across the field to everyone, and നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് ആണ്. I think that will address many points that have been raised here. as far as കമ്പനിയുടെ കാര്യത്തിലാണ്, കമ്പനിയുടെ വിഷൻ വന്നത് ആൻഡ് ഐഡിയ വന്നത് തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്, സന്ദർഭത്തിലാണ്. ദാറ്റ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേഡിയങ്ങളിലെ പരിപാലനം നടക്കുന്നില്ല, നമുക്കൊരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ഇല്ല. ടൈംസ് ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നമുക്ക് ഒരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറും കൂടെ ചേർന്നിട്ട് വി ക്യാൻ ഡു മെനി തിങ്സ്. ആൻഡ് സോ ഈ ഓരോരോ ഫെസിലിറ്റിയിൽ ദ ഐഡിയ ഇസ് ദാറ്റ് വി വിൽ യൂട്ടിലൈസ് ദ സർവീസസ് ബൈ എസ്റ്റാബ്ലിഷിംഗ് അക്കാഡമീസ് ദെയർ, ജസ്റ്റ് ലൈക്ക് ഐ പോയിന്റഡ് ഔട്ട്. അതാണ് ഒരു വിഷൻ. നമ്മൾ കേരളത്തിലുടനീളം ഏറ്റവും ചുരുങ്ങിയത് ചെറുകിട സ്റ്റേഡിയങ്ങൾ 80 എണ്ണം നിർമ്മിക്കാനുള്ള ഫണ്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. ഇടുക്കിയിലെ ഏറ്റവും വലിയ ഹൈ ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രവൃത്തി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോടിൽ പുതിയ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും അതോടൊപ്പം തന്നെ ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളൊക്കെ വ്യായാമം ചെയ്യാനുള്ള, ഈ പുറത്ത് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന പോലുള്ള അതിനുള്ള പാർക്ക് തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള 108 വിവിധ തരം സംവിധാനങ്ങളെ അതിൻ്റെ ഹോസ്റ്റലുകളിൽ അതിൻ്റെ പ്രവർത്തനം സജീവമാക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഇപ്പോൾ പൊതുജനങ്ങളായാലും വിദ്യാർത്ഥികളായാലും ഒക്കെ തന്നെ, ഇവരെല്ലാം കായികക്ഷമതയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ എടുത്തു വരികയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരാനുള്ള ഒരു താമസമുണ്ട്. അപ്പോൾ അതിനുള്ള താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ മിക്ക കാര്യങ്ങൾക്കുള്ള ഉത്തരം ഇതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കൂടുതൽ പദ്ധതികൾ
നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പോളിസിയിൽ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ, സർ. To conclude, I mean, I want to thank Kerala State Government, the Sports Minister, for being here, for being, for patiently listening to react to the diverse viewpoints that came forward. And I think maybe it comes across as patting your own back, but I think we should thank the team of the Hindu and Sportstar for kind of pitching this idea and for taking it forward. Thank you very much.